യുദ്ധവിമാനങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബ്രസീലിയൻ വ്യോമസേന. ആധുനിക ഗ്രിപ്പൻ പോർ വിമാനങ്ങൾക്കൊപ്പം പോർമുഖത്ത് നിലയുറപ്പിക്കാനാവുന്ന ഭാരം കുറഞ്ഞ വിമാനങ്ങളാണ് ബ്രസീൽ തേടുന്നത്. ബ്രസീലിന്റെ കരാറിന് ശ്രമിക്കുന്നവരിൽ ഇന്ത്യൻ നിർമ്മിത തേജസ് MK-1 പോർ വിമാനവും ഉണ്ട്. ഇപ്പോൾ ബ്രസീലിന് മുൻപാകെ J-10 പോർ വിമാനം നൽകാമെന്ന വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് ചൈന. ഈ വാഗ്ദാനത്തിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവും ചൈനയ്ക്കുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധ കമ്പനികൾ ബ്രസീലിയൻ വ്യോമസേനയ്ക്ക് അനുയോജ്യമായ പോർവിമാനം നിർമ്മിച്ചു നൽകാനുള്ള കരാറിനായി ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ അമേരിക്കയുടെ F-16 പോർവിമാനം ബ്രസീലിന് നൽകാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഉപകരണങ്ങളുടെയും പിന്തുണയുള്ള ഈ പോർവിമാനം ബ്രസീലിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ്. താരതമ്യേന വില കൂടുതലാണെന്നതായിരുന്നു ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്താതിരിക്കാനുള്ള കാരണം. സമാന്തരമായി ഇന്ത്യയിൽ നിന്നുള്ള തേജസ് MK-1 പോർവിമാനവും ബ്രസീലിയൻ വ്യോമസേനയുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. 2024 സെപ്റ്റംബറിൽ ഇന്ത്യൻ അധികൃതരുമായി ബ്രസീലിന്റെ വ്യോമസേന അധികൃതർ ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യൻ നിർമ്മിത പോർവിമാനമായ തേജസ് കൊടുക്കുന്ന പണത്തിന് മികച്ച മൂല്യം നൽകുമെന്നതാണ് ബ്രസീലിനെ ആകർഷിക്കുന്നത്. ഇന്ത്യയുടെ തേജസ് പോർവിമാനങ്ങൾക്ക് പകരം എംബ്രയർ C-390 പോർവിമാനങ്ങൾ ബ്രസീൽ നൽകുന്ന രീതിയിലുള്ള ചർച്ചകളും ബ്രസീലിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഇതിനിടെയാണ് J-10C പോർവിമാനം നൽകാമെന്ന വാഗ്ദാനവുമായി ചൈന എത്തിയിരിക്കുന്നത്. 4.5 തലമുറയിൽപ്പെട്ട പോർവിമാനമാണ് ചൈനയുടെ ചെങ്ഡു J-10C. ബ്രസീലിന്റെ സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രമായ അൽക്കാന വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപണത്തിന് അനുമതി നൽകണമെന്ന തന്ത്രപ്രധാന ആവശ്യമാണ് പകരമായി ചൈന ഉന്നയിച്ചത്. എന്നാൽ ചൈനയുടെ വാഗ്ദാനം ബ്രസീൽ വ്യോമസേന അധികൃതർ നിരസിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഒടുവിലായി പുറത്തുവരുന്നത്. ചൈനീസ് കരാറിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ഭൂമധ്യരേഖയുടെ സമീപമുള്ള സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് ചൈനയ്ക്ക് അനുമതി നൽകുന്നത് ബ്രസീലിന് ഭാവിയിൽ പല തലവേദനകൾക്കും കാരണമാവാൻ ഇടയുണ്ട്. ഇവിടെ നിന്ന് വിക്ഷേപണത്തിന് അനുമതി ലഭിച്ചാൽ കുറഞ്ഞ ഇന്ധന ചെലവിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ചൈനയ്ക്ക് സാധിക്കും. 1970-കൾ മുതൽ ബ്രസീൽ വ്യോമസേനയുടെ ഭാഗമായ നോർത്രോപ്പ് F-5 പോർവിമാനങ്ങൾക്ക് പകരക്കാരായാണ് പുതിയ പോർവിമാനങ്ങളെ ബ്രസീൽ തേടുന്നത്. പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു F-5 പോർവിമാനങ്ങൾ ബ്രസീൽ വ്യോമസേനയുടെ ഭാഗമായത്. 1973-ൽ 42 F-5 പോർവിമാനങ്ങളും 1988-ൽ 26 എണ്ണവും 2000-ൽ ജോർദനിൽ നിന്ന് 11 ഉപയോഗിച്ച പോർവിമാനങ്ങളും ബ്രസീൽ വ്യോമസേന സ്വന്തമാക്കിയിരുന്നു. 2005-ലും 2020-ലും ഈ പോർവിമാനങ്ങളെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും ബ്രസീൽ നടത്തി. 2030-ൽ F-5 പോർവിമാനങ്ങളുടെ കാലാവധി അവസാനിക്കുമെന്നതിനാലാണ് പുതിയ പോർവിമാനങ്ങളെ ബ്രസീൽ തേടുന്നത്.